ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഭാഷയും സംസ്കാരവും എന്നുള്ളതാണ്. രണ്ടും നമുക്ക് വളരെ സുപരിചിതമായ പദങ്ങളാണ്, വിശേഷിച്ച് ചർച്ച ചെയ്യാനില്ലാത്ത പദങ്ങളാണ്. പക്ഷേ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു വേദിയിൽ അത് ചർച്ച ചെയ്യുമ്പോൾ നമുക്കതിനെ കുറച്ചുകൂടി ചരിത്രപരമായും ചലനാത്മകമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ശാസ്ത്ര വിപ്ലവം മധ്യകാലഘട്ടത്തിന് ശേഷം രൂപപ്പെടുന്ന ഒരാധുനിക സമൂഹ നിർമ്മിതിയിൽ എത്ര പങ്കുവഹിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ വ്യാപനത്തിനും പ്രചരണത്തിനും വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ആ ശാസ്ത്ര വിപ്ലവത്തിന് ശേഷം ലോക ചിന്താമണ്ഡലത്തിൽ വന്ന ചില പരിവർത്തനങ്ങളിൽ ഭാഷയും സംസ്കാരവും എന്ന പദം ചില നിർണായകമായ മാറ്റങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഭാഷ എന്ന് പറയുന്ന വലിയ ഒരു സൈദ്ധാന്തിക സമ്പർക്കമായി മാറി. അതിന് ചിന്താചരിത്രത്തിൽ നമ്മൾ ലിംഗ്വിസ്റ്റിക് ടേൺ എന്നാ പറയാം, ഭാഷാ വ്യതിയാനം. ചുരുക്കി പറഞ്ഞാൽ ഭാഷ എന്ന് പറയുന്നത് കേവലം ഒരു മാധ്യമം മാത്രമല്ല, നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തെ തന്നെ സ്വാധീനിക്കുന്ന ഒന്നുകൂടിയാണ് എന്നൊരു വലിയ ഒരു തിരിച്ചറിവാണ് രൂപപ്പെട്ടത്. അതായത് ഭാഷ കേവലം ഒരു ഉപകരണമല്ല എന്നർത്ഥം. എൻ്റെ ഉള്ളിലുള്ളൊരാശയം ഞാൻ നിങ്ങളിലേക്ക് സംക്രമിപ്പിക്കുന്നതിനുള്ള സുതാര്യമായ ഒരു കുഴലിലൂടെ ഒരു വസ്തു കടന്നു പോകുന്നത് പോലെ സുതാര്യമായ ഒന്നല്ല, ആ മാധ്യമം തന്നെ ഈ പ്രക്രിയയെ സ്വാധീനിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അറിവ് എന്ന് പറയുന്നത് അറിവിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ നിന്ന്, അതിൻ്റെ മാധ്യമ പ്രക്രിയയിൽ നിന്ന് തികച്ചും സ്വതന്ത്രമല്ല. തികച്ചും സ്വതന്ത്രമാണെന്നൊരു വാദമുണ്ട്, അതല്ല വാദം. തികച്ചും സ്വതന്ത്രമല്ല, അതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഈ ഭാഷാ വ്യതിയാനം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിന് ശേഷം എല്ലാ മേഖലകളെയും സ്വാധീനിച്ചു. വിവിധ ജ്ഞാന മേഖലകളെ സ്വാധീനിച്ചു. അത് ഒരു 1950-കൾ കഴിഞ്ഞപ്പോൾ ശാസ്ത്രത്തെയും സ്വാധീനിച്ചു. ശാസ്ത്രം എന്ന് പറയുന്നത് പോലും നമ്മൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അന്വേഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാൽ കൂടി സ്വാധീനിക്കപ്പെടുന്നുണ്ടെന്നർത്ഥം. ഇന്നിപ്പോൾ ക്വാണ്ടം ഫിസിക്സിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാമല്ലോ, ക്വാണ്ടം ഫിസിക്സിലേക്ക് എത്തുമ്പോൾ അത് അന്വേഷിക്കുന്ന കാണിയുടെ പൊസിഷൻ ആ വസ്തുവിനെ നിശ്ചയിക്കുന്നു എന്നുള്ളതും അന്വേഷണം തന്നെ വസ്തുവിൻ്റെ സ്വഭാവത്തെ നിശ്ചയിക്കുന്നു എന്നുള്ളത് ഇന്ന് കണ്ടെത്തപ്പെട്ടൊരു കാര്യമാണ്. നോബൽ സമ്മാനമൊക്കെ നേടപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ ആ വശത്തേക്ക് പോകുന്നില്ല. അതിനും ചില ചരിത്രങ്ങൾ 1920-കളിൽ വന്ന ശാസ്ത്ര പ്രതിസന്ധിയായിട്ട് ബന്ധപ്പെട്ട വലിയൊരു മേഖലയാണ്. അതിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ വിഷയം ശാസ്ത്രം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഭാഷ എന്ന് പറയുന്നത് കേവലം നിർഗുണമായി നിൽക്കുന്ന ഒന്നല്ല, അതൊരു സജീവ വസ്തുവാണ്. അത് ജ്ഞാനപ്രക്രിയയിൽ, ജ്ഞാനനിർമ്മാണ പ്രക്രിയയിൽ ഒരു പങ്കുവഹിക്കുന്നു. ഇതാണ് അപ്പോൾ ഭാഷയെ നമ്മൾ മറ്റൊരു തരത്തിൽ കാണുന്ന അർത്ഥം. രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കൾച്ചറൽ ടേൺ എന്ന് പറയുന്നത്. സാംസ്കാരിക വ്യതിയാനം എന്നൊരു വാക്ക് ഉപയോഗിക്കുക. അതും ഏതൊരറിവും കേവലമായി സാർവലൗകികമായി ഒരേപോലെ അല്ല പ്രവർത്തിക്കുന്നത്. അത് വിവിധ സാംസ്കാരിക മണ്ഡലങ്ങളുടെ സ്വാധീനം അതിൻ്റെ അകത്തുണ്ടെന്നർത്ഥം. നമ്മൾ കേവലം ആധുനികതയുടെ ഘട്ടത്തിൽ അല്ലെങ്കിൽ നവോത്ഥാന അനന്തര ശേഷമുള്ള ശാസ്ത്ര വിപ്ലവത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് അറിവ് എന്ന് പറയുന്നത് വളരെ സാർവലൗകികവും അത് വിനിമയം ചെയ്യുമ്പോൾ എല്ലാവരും ഒരേപോലെ മനസ്സിലാക്കുന്നു എന്നൊക്കെയുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ഭാഷയും സംസ്കാരവും ഒക്കെ തന്നെ ആ ജ്ഞാന നിർമ്മാണ പ്രക്രിയയിൽ നിന്ന്, ഇപ്പോൾ ജ്ഞാന വിതരണ പ്രക്രിയയിൽ നിന്ന് വിശേഷിച്ചും പങ്കുവഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമ്മെപ്പോലുള്ളൊരു പ്രസ്ഥാനത്തിൽ ഏറ്റവും അനിവാര്യം. ഇതാണ് അത് വളരെയധികം വിശദീകരിക്കാനുള്ളതാണ്. അതിൻ്റെ തന്നെ ചരിത്രങ്ങളുണ്ട്. ഘടനാവാദവും ഘടനോത്തരവാദവും അതിൽ കഴിഞ്ഞുണ്ടായ വിവിധ പരിണാമങ്ങൾ, അത് തന്നെ മറ്റൊരു വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. സംസ്കാരത്തിൻ്റെ കാര്യം അതാണ്. സംസ്കാരവും സംസ്കാരം നമ്മൾ പറയുമ്പോൾ കേരള സംസ്കാരം അല്ലെങ്കിൽ ഭാഷയും സംസ്കാരം എന്ന് പറയുമ്പോൾ സംസ്കാരം അവിടെ ഉള്ള ഒരു സാധനമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? ശവസംസ്കാരം അങ്ങനെ വാക്കുണ്ടല്ലോ, സംസ്കാര പ്രക്രിയ. അപ്പോൾ അതൊക്കെ ഉള്ളൊരു വസ്തുവായിട്ടാണ് കരുതുന്നത്. പക്ഷേ ഈ സാംസ്കാരിക ടേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൾച്ചറൽ ടേൺ എന്ന് പറയുന്നത്, സാംസ്കാരിക വ്യതിയാനം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം സംസ്കാരം ജീവിക്കുന്ന ഒന്നാണെന്നാണ്, അല്ല അത് ഉള്ള ഒന്നല്ല, നേരത്തെ ഉള്ള ഒന്നല്ല. ഇപ്പോൾ കേരള സംസ്കാരം എന്ന് വെച്ചാൽ ഈ ശ്രീധരമേനോൻ്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് അത് സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് ഭൂതകാലത്തിലുണ്ട്. നമ്മളിപ്പോൾ വിനിമയം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, അതാ സംസ്കാരം. സംസ്കാരം ഒന്നുകൂടെ ആവർത്തിച്ചൊരു രാഷ്ട്രീയമായിട്ട് സംസ്കാരത്തെ നിർവഹിച്ചാൽ സംസ്കാരം ഒരു നിർമ്മിതിയാണെന്ന് പറയാം, അല്ലത് ഉള്ളൊന്നല്ല. ഇപ്പോൾ ശാസ്ത്രാഹിത്യ പരിഷത്ത് കേരളത്തിൻ്റെ സംസ്കാര നിർമ്മിതിയിൽ പങ്കുവഹിച്ചു എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ കേരളത്തിലെ കാർഷിക സമരങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ നിർമ്മിതിയിൽ പങ്കുവഹിച്ചു എന്ന് പറയാം. ശാസ്ത്രകലാജാഥ
നമ്മുടെ സംസ്കാരത്തിൽ പങ്കുവഹിച്ചു എന്ന് പറയാം. അല്ലാതെ സംസ്കാരം നേരത്തെ ഉള്ളതല്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണ് സംസ്കാരം. ഇപ്പോൾ ദേശീയ പ്രസ്ഥാനം എന്താണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരിക എന്ന് പറയുന്ന ഒന്നൊന്നും കൂട്ടിയാൽ രണ്ട് എന്നുള്ള പ്രക്രിയ അല്ല. ആ സമര പ്രക്രിയ തന്നെ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കി തീർത്തു. ഒരുപക്ഷെ അതാണ് ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. ഇപ്പോൾ 47 ആഗസ്റ്റ് 15 അവസാനിച്ചൊരു പ്രക്രിയയല്ല, അന്ന് ആരംഭിച്ചൊരു പ്രക്രിയയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം നമ്മൾ പറയാൻ കാരണം. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ആർജിച്ചെടുത്ത സാംസ്കാരികതയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനാധിപത്യത്തെ നിലനിർത്തുന്നത്. നമ്മൾ വീണ്ടും ഗാന്ധിയെക്കുറിച്ച് പറയാൻ കാരണം, ചൗരയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചപ്പോൾ ഗാന്ധി സമരം നിർത്തിവെച്ചത് വളരെ മോശമായിട്ടാണ് നമ്മളൊക്കെ പഠിച്ചത്. പക്ഷേ ഗാന്ധിയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഇത്ര അക്രമോത്സുകരും അക്ഷമരുമായ ഒരു ജനതയെ കൊണ്ട് സ്വാതന്ത്ര്യം നേടിയിട്ട് കാര്യമില്ല. അത്തരൊരു അക്ഷമ പ്രക്രിയയാണ് സ്വാതന്ത്ര്യമെങ്കിൽ അത് അർത്ഥശൂന്യമാണ്. ക്ഷമ എന്ന് പറയുന്നത്, സഹിഷ്ണുത എന്ന് പറയുന്നത്, ദീർഘകാലം സമരം ചെയ്യാനുള്ള ശേഷി എന്ന് പറയുന്നത്, ഒന്നിനെ അതിൻ്റെ അവസാനം വരെ പിന്തുടരാനുള്ളൊരു ശേഷി ജനത ആർജിച്ചെടുക്കുമ്പോൾ മാത്രമേ നമ്മൾ സ്വാതന്ത്ര്യത്തിന് അർഹരാവുകയുള്ളൂ എന്നുള്ള ഗാന്ധിയുടെ പോയിന്റ്. അതുകൊണ്ട് 1857 സ്വാതന്ത്ര്യം കിട്ടിയാൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പോയിരുന്നു അല്ലേ? 1857 സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യ ഒരു കാടൻ എന്ന് പറഞ്ഞുകൂടാ, കാരണം കാടാണ് നമ്മളെക്കാൾ വലിയ സ്ഥലം എന്ന് നമുക്കറിയാം. അപ്പോൾ ആ വലിയ പ്രക്രിയ, ഒരു 100 കൊല്ലത്തെ സമരത്തിൻ്റെ പ്രക്രിയയാണ് നമ്മെ സ്വതന്ത്ര ജനതയാക്കിയത്, അല്ലാതെ ആ സ്വാതന്ത്ര്യം കിട്ടിയ ആ പ്രഖ്യാപനമല്ല എന്നർത്ഥം. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്ന ആ നിലയിൽ നിർമ്മിതിയാണ്. ഇപ്പോൾ കാർഷിക സമരങ്ങൾ അങ്ങനെയാണ് നമ്മളെ നിർമ്മിച്ചെടുത്തത്. ഇപ്പോൾ കേരളവും മറ്റ് ഉത്തരേന്ത്യൻ സമൂഹങ്ങളൊക്കെ ആയിട്ടുള്ള വ്യത്യാസം പറയുമ്പോൾ, നമ്മൾ ഈ അറിയുന്ന മാനവ വികസന സൂചിക എന്നൊക്കെ പറയുന്ന ഈ സാധനമല്ല, അതിനൊക്കെ അടിസ്ഥാനമായിരിക്കുന്ന ഈ വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നമ്മൾ പങ്കാളിയായി എന്നുള്ളതാണ്. ആ പ്രക്രിയയുടെ ഭാഗം നമ്മുടെയൊക്കെ തറവാട് എന്താണെന്ന് ചോദിച്ചാൽ ദേശീയ പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും ഒക്കെയാണ് അല്ലേ? നമ്മുടെ വീടല്ല അല്ലേ? നമ്മുടെ ജാതിയല്ല, നമ്മുടെ മതമല്ല. ജാതിയും മതവും നമ്മുടെ വീടും മാത്രമാണ് സംസ്കാരം എന്ന് കരുതുന്ന ആളുകളിൽ നിന്നുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ കൂട്ടിച്ചേർക്കുന്നത് അല്ലേ? നമ്മൾ ഒരു നിർമ്മാണ പ്രക്രിയയിൽ വഹിക്കുന്ന ആളുകളാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇതാ ഒരു സംസ്കാരം സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ്. അതുകൊണ്ട് 1948 ഡോക്ടർ രാധാകൃഷ്ണൻ്റെ കമ്മീഷൻ, ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ പറഞ്ഞത്, ഇന്ത്യയിലെ വിദ്യാഭ്യാസ ലക്ഷ്യം ഏതെങ്കിലും ഒരു വ്യക്തിയെ നിർമ്മിക്കലോ കുറേ വ്യക്തികളെയോ നിർമ്മിക്കലോ അല്ല, പകരം ഒരു സിവിലൈസേഷനെ, പുതിയൊരു സംസ്കാരത്തെ സൃഷ്ടിക്കലാണെന്ന് അർത്ഥം. ഒരു പുതിയ നാഗരികത, രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും പുതിയൊരു നാഗരികതയെ സൃഷ്ടിക്കലാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചപ്പാടിൽ ചർച്ച ചെയ്യുമ്പോൾ കുറേ ഒന്നോ രണ്ടോ ആളുകൾ അല്ലെങ്കിൽ കുറേ ആളുകൾ വിദേശത്ത് പോയി പഠിച്ചു അല്ലേ, അവർക്ക് എന്തെങ്കിലും വലിയ ബഹുമതികൾ കിട്ടി എന്നുള്ളതല്ല. ഈ ജനതയിലെ അവസാനത്തെ ആൾ വരെ എവിടെ എത്തി എന്നുള്ളതാണ് ചോദ്യം. അതാ ചോദ്യം. അതാണ് രാധാകൃഷ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആളെയും കൂടി മാറ്റി തീർക്കുന്ന പ്രക്രിയ, അല്ലാതെ കുറേ ആളുകൾ ഇതാ അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ള കണക്ക് ഉണ്ടാക്കിയെടുക്കലും അവർക്ക് നാട്ടിൽ സ്വീകരണം കൊടുക്കലും അല്ല എന്നർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞത്, സംസ്കാരത്തെയും ഭാഷയെയും നമ്മൾ അങ്ങനെ മനസ്സിലാക്കാനുണ്ട്. അതൊരു വലിയ മേഖലയാണ്. ഇനി ഈ സംസ്കാരത്തിൻ്റെ അകത്ത് ഇപ്പോൾ കേരള മോഡൽ എന്ന് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് അതിൻ്റെ അകത്തല്ലേ, കേരള മാതൃക. നമ്മൾ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യം, ഞാൻ തിരിച്ചു വരാം. കേരള മാതൃകയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. 1970 രൂപപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ആളോഹരി വരുമാനം കുറഞ്ഞെങ്കിലും നമ്മൾ മാനവ വികസന സൂചികയിൽ നമ്മൾ വളരെ അഭിമാനം കൊള്ളുന്നുണ്ട്. അത് നിലനിൽക്കുമോ എന്നുള്ള പ്രശ്നമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതിൻ്റെ വിഭവങ്ങളുടെ പുനരുൽപാദന ശേഷി നമുക്ക് നഷ്ടപ്പെട്ടു. ഗൾഫ് പണത്തിലാണോ നിൽക്കുന്നതൊക്കെയുള്ള സംശയം നമുക്കുള്ളത്. പക്ഷേ കേരള മാതൃകയും ഒരുപക്ഷെ കേരള മാതൃകയും സമീപസ്ഥ സംസ്ഥാനങ്ങളിലുള്ള മാതൃകയും തമ്മിൽ താരതമ്യം ചെയ്താൽ നമ്മൾ മുമ്പിലാണെന്ന് പറയാം. പക്ഷേ എങ്കിലും ഈ എത്തിച്ചേർന്ന അവസ്ഥയിൽ നിലനിൽക്കുമോ എന്നുള്ള ആശങ്ക നമുക്കാണ് കൂടുതലുള്ളത് അവരെക്കാൾ അല്ലേ. ഇപ്പോൾ തമിഴ്നാടിന് അത്ര വലിയ പ്രതിസന്ധി അവരനുഭവിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ചർച്ചയിൽ വരുന്നില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം, അതും വിശദീകരിക്കുന്നില്ല ഞാൻ. അവരുടെ കേരള മാതൃക എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചാൽ, അമർത്യ സെന്നൊക്കെ പറയുന്നൊരു കാര്യം, ബഹുജന ഇടപെടലാണ് ഇതിനെ ഉണ്ടാക്കിയെന്നുള്ളതാണ്. അല്ലാതെ ഉൽപാദന സിദ്ധാന്തമൊന്നുമല്ല. ഒരുപക്ഷെ മാർക്സിസത്തിനുള്ളൊരു തിരുത്തു കൂടിയാണ്. തിരുത്തെന്ന് വെച്ചാൽ പ്രത്യേക അർത്ഥത്തിൽ. ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം ഉണ്ടായപ്പോൾ, റഷ്യയിൽ വിപ്ലവം ഉണ്ടായപ്പോൾ, സോവിയറ്റ് യൂണിയൻ പിന്നെയാണല്ലോ ഉണ്ടാകുന്നത്, റഷ്യയിൽ വിപ്ലവം ഉണ്ടായപ്പോൾ അന്റോണിയോ ഗ്രാംഷി റവല്യൂഷൻ അഗേൻസ്റ്റ് ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞത്. കാരണം മൂലധനത്തിൻ്റെ രേഖീയമായ പുരോഗതിയെ അട്ടിമറിച്ചുകൊണ്ട്, മൂലധനം അത്രയും വികസിക്കാത്തൊരിടത്ത് രാഷ്ട്രീയം കൊണ്ട് വിപ്ലവം ഉണ്ടായി എന്നർത്ഥം. എന്നതുപോലെ നമ്മളിവിടെ ഉണ്ടാക്കിയ ഈ കേരള മോഡല് യൂറോപ്പ് പോലെ ഉൽപാദന ശക്തികൾ വികസിച്ചുകൊണ്ടല്ല, പകരം രാഷ്ട്രീയമായി നമ്മൾ കൂടുതൽ മുന്നിലെത്തിയതുകൊണ്ടാണ്, രാഷ്ട്രീയമാദ്യം എന്നുള്ള കാഴ്ചപ്പാടാണ്. പക്ഷേ ഈ സമരത്തിൻ്റെ വിവിധ മുഖങ്ങൾ എടുത്താൽ കേരള മാതൃക ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ തമിഴ്നാട് നോക്കിയാലേ, തമിഴ്നാട് അവരുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഭാഷയ്ക്ക് പങ്കുണ്ട് അല്ലേ? ശ്രദ്ധിച്ചാൽ അറിയാലോ.
തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ പ്രക്രിയ നോക്കിയാൽ ഭാഷയ്ക്ക് പങ്കുണ്ട്. തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ടുകൂടിയാണ് അവരുടെ രാഷ്ട്രീയ സമരം നിലനിന്നത്. 1937 രാജഗോപാലാചാരി ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതിന് എതിരെ നടന്ന സമരമാണ് അവിടുത്തെ ആദ്യത്തെ ഹിന്ദി സമരം. അത് കഴിഞ്ഞ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. പക്ഷേ 1965 ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവരതിനെ ചേർത്തു നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. അതിൻ്റെ വാർഷികമൊക്കെ ഇപ്പോൾ അവർ കൊണ്ടാടി, 50-ാം വാർഷികമൊക്കെ കൊണ്ടാടി. എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ആ പ്രതിഷേധം കൊണ്ട് കോൺഗ്രസ് പിന്നീട് അധികാരത്തിൽ വന്നില്ല. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ പേര് നിർദ്ദേശിക്കപ്പെട്ട ആളുമായ കാമരാജ് നാടാർ 26 വയസ്സുകാരനായ ഒരു ചെക്കനോടാണ് പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ. അത്ര വലുതായിരുന്നു അവിടുത്തെ തമിഴ് ദേശീയ സമരം. കോൺഗ്രസ് പിന്നീട് അധികാരത്തിൽ വന്നില്ല. കോൺഗ്രസ് അധികാരത്തിൽ വരാതിരുന്ന നല്ല കാര്യമെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് തമിഴ് ദ്രാവിഡവാദമാണോ കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സാണ് കൂടുതൽ വിശാലം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒരു ജനത രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതിൽ ഭാഷ എങ്ങനെ പങ്കാളിത്തം വഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ തമിഴ്നാട്ടിൽ തമിഴിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ സാധ്യമല്ല. കേരളത്തിൽ നമ്മൾ ഭാഷയ്ക്ക് വേണ്ടി നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും കുഴിച്ചു മൂടപ്പെട്ടാലും നമുക്കൊരു കുഴപ്പമില്ല. ഇതാ വ്യത്യാസം. ഇനി കർണാടകത്തിൽ 1950 ഗുണ്ടുറാവുവിൻ്റെ സർക്കാരുള്ള കാലത്ത് അവർ കന്നഡ ഭാഷ പ്രഥമ മാധ്യമമാകണം എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. ഗോഗക് റിപ്പോർട്ട് എന്നതിന് പറയാം, ഗോഗക് കമ്മീഷൻ. ഇപ്പോൾ ഭാഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ പൊതുവെ ഇംഗ്ലീഷ് അറിയാത്ത ആളുകളാണെന്നുള്ളൊരു ധാരണയുണ്ട്. ഞങ്ങളതിന് ഉയർത്തിപ്പിടിക്കാറുള്ളൊരു കാര്യം, ഈ VK ഗോഗക് എന്ന് പറയുന്ന ആൾ ഈ കടത്തനാട് പോയിട്ട് തച്ചോളിയോ തന്നെ തോൽപ്പിച്ച ആളാണ്. എന്ന് വെച്ചാൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പോയിട്ട് അവിടുത്തെ ഇംഗ്ലീഷുകാരെ തോൽപ്പിച്ചിട്ട് മാസ്റ്റർ ബിരുദത്തിൽ 1ാം റാങ്ക് നേടിയ ആളാണ് VK ഗോഗക്. ജ്ഞാനപീഠ ജേതാവാണ്, കവിയാണ്. അദ്ദേഹത്തെ കർണാടക ഗവൺമെൻറ് ഒരു കമ്മീഷനാക്കി വെച്ചു. എന്തായിരിക്കണം പഠനമാധ്യമം എന്ന് ചോദിച്ചപ്പോൾ മാതൃഭാഷയാക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് സർട്ടിഫിക്കറ്റ് അതാ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് അറിയുന്ന ആളുടെ സർട്ടിഫിക്കറ്റാണ്. അദ്ദേഹമാണ് പറയുന്നത് മാതൃഭാഷയാക്കണം മാധ്യമം എന്ന്. ആ റിപ്പോർട്ട് നടപ്പിലാക്കാൻ കർണാടക ഗവൺമെൻറ് തയ്യാറായില്ല. അതിനെതിരെ സമരം നടന്നു. ആ സമരത്തിന് നയിച്ചത് ആരാന്നറിയോ? രാജ്കുമാറാണ്. കന്നഡ സിനിമയുടെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അയാളാണല്ലോ, രാജ്കുമാറാണ്. അപ്പോൾ രാജകുമാറിനെ പോലുള്ള ഒരാൾ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു, സിനിമാശാലകൾ അടച്ചുപൂട്ടുന്നു. കന്നഡയും അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ കന്നഡ വികസന കൗൺസിലും നമ്മുടെ ഇവിടുത്തെ ഭാഷയ്ക്ക് വേണ്ടിയുള്ള സംഗതികളും തമ്മിൽ താരതമ്യം ചെയ്താൽ മനസ്സിലാവും എത്രത്തോളം വ്യത്യാസമുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുമല്ലോ, ഇവിടെ ഇപ്പോൾ സിനിമാ നടൻ ജയിച്ചു പോയതല്ലേ, സിനിമാ നടൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും അതിന് മുമ്പ് ജയിച്ചപ്പോൾ നമ്മൾ കുറച്ചൊരു നമ്മുടെ അഹങ്കാരമൊക്കെ ഒന്ന് കുറഞ്ഞു. നമ്മൾ പറയാറ് തമിഴരും കർണാടകക്കാരൊക്കെ എന്തിനു കൊള്ളും, അവരൊക്കെ സിനിമാ നടന്മാരെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുന്ന ആളുകളാണ്. പക്ഷേ അവിടുത്തെ സിനിമാ നടന്മാർ രാഷ്ട്രീയക്കാരാണ്. കാരണം സിനിമ തന്നെ അവരുടെ രാഷ്ട്രീയമാണ്. 1952 പരാശക്തി എന്ന് പറയുന്ന കലൈഞ്ചർ കരുണാനിധിയുടെ തിരക്കഥയിലുള്ള സിനിമ അവിടുത്തെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ പക്ഷേ ഒരു സ്റ്റെപ്പും കൂടെ അപ്പുറം. കാരണം തമിഴ് ഡയസ്പോറയോട്, തമിഴിന് വേണ്ടി അന്ന് സിംഗപ്പൂർ അവിടെ പോയ തമിഴക്കാരോട് തിരിച്ചു വരാനും ഒരു തമിഴ് സമൂഹത്തെ, തമിഴ് ദേശത്തെ കെട്ടിപ്പടുക്കാനും ആഹ്വാനം ചെയ്യുന്ന ഒരു സാധനമാണ് അത്. അപ്പോൾ തമിഴ് സമൂഹത്തെ കെട്ടിപ്പടുക്കാനാണ് പറയുന്നത്, അല്ലാണ്ട് വെറൊരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടല്ല. അതിൻ്റെ ആളുകളായിരുന്നു കലൈഞ്ചർ കരുണാനിധി, MGRും ജയലളിത പോലും. അപ്പോൾ ഞാൻ പറയുന്നത് അവർ കേവലം സിനിമാക്കാരല്ല. അതുകൊണ്ടാണ് വീരപ്പനെ കർണാടകത്തിൽ ഏറ്റവും വലിയൊരു മുതലിനെ തട്ടിക്കൊണ്ടു പോയിട്ട് വേണം കർണാടക ഗവൺമെൻറ്റിനോട് വിലപേശാൻ. പറ്റിയ മുതൽ ഏതാന്ന് നോക്കിയപ്പോൾ രാജകുമാറാന്ന് മനസ്സിലായി. എന്താ കാര്യം? രാജകുമാർ കന്നഡ ദേശീയതയുടെ, കന്നഡ ഭാഷയുടെ സമരക്കാരൻ കൂടിയാണ്. നമ്മുടെ സിനിമാ നടന്മാരെ തട്ടിക്കൊണ്ടുപോയാൽ അവരുടെ കുടുംബത്തെ ഇപ്പോൾ ബാധിക്കാൻ സാധ്യതയില്ല, കാരണം മക്കൾക്കും അത്യാവശ്യം പണിയൊക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാട് നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ ഈ കാര്യത്തിൽ, അതായത് കേരള സമൂഹ രൂപീകരണത്തിൽ ഭാഷയുടെ പങ്ക് വേണ്ടത്ര തിരിച്ചറിയപ്പെടാതെ പോവുകയും തുടർന്ന് ആ സമരം കൊണ്ടുപോകാൻ കഴിയാതെ നമുക്ക് പോയി. തുടർന്നെന്ന് ഞാൻ പറയാൻ കാരണം, സമയം അനുവദിക്കുന്നില്ലെങ്കിലും പറയാം, 19ാം നൂറ്റാണ്ടിലാണ് സംസ്കൃതത്തിനും അറബിക്കും അല്ലെങ്കിൽ സുറിയാനിക്കും ഒക്കെ അപ്പുറം നമ്മളൊരു പൊതു മലയാളം സംസാരിക്കുന്ന ആളുകളായി മാറിയത്, അല്ലേ? പൊതു സംസാരിക്കുന്നത് മാത്രമല്ല, പൊതുമണ്ഡലത്തിൻ്റെ ഭാഷ മലയാളമായത്. ഇപ്പോൾ സനാഉള്ള മക്തിത്തങ്ങൾ എന്ന് പറയുന്ന പൊന്നാനിക്കാരൻ പറയും, അവർ കേരളത്തിലെ മുസ്ലിങ്ങളോട് മലയാളം പഠിക്കാൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? മലയാളം പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ കാഫിറായി പോകുന്ന. വ്യത്യാസം ശ്രദ്ധിക്കണേ. മലയാളം പഠിച്ചാൽ കാഫിറായി പോകുന്നല്ല,
മലയാളം പഠിച്ചില്ലെങ്കിൽ കാഫിറായി പോകും. എന്താ കാര്യം? ഖുർആൻ നിങ്ങൾക്ക് നിങ്ങളുടെ മാതൃഭാഷയിൽ മനസ്സിലാക്കിയാലേ ഹൃദയത്തിൽ തട്ടുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടണമെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ പഠിക്കണം. ഇത് തന്നെയാണ് ജോർജ് മാത്തൻ പറഞ്ഞത്. വിദ്യാഭ്യാസ മാധ്യമം മാതൃഭാഷയാകണം എന്നുള്ള വാദ്യം ആദ്യം ഉന്നയിച്ച ഒരാൾ റവറൻഡ് ജോർജ് മാത്തനാണ്. അദ്ദേഹം ഒരു പുരോഹിതനാണ്. സനാഉള്ള മക്തിത്വങ്ങൾ, ശ്രീനാരായണ ഗുരു ഒക്കെ നോക്കിയാൽ അറിയാം. അവരൊക്കെ ഈ പാരമ്പര്യത്തെ വിച്ഛേദിച്ചുകൊണ്ട് പൊതു മലയാളത്തെ സൃഷ്ടിച്ച ആളുകളാണ്. അതുകൊണ്ടാണല്ലോ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠയുടെ മുമ്പിൽ വേദവാക്യങ്ങളൊന്നുമല്ല എഴുതിയത്, പച്ച മലയാളത്തിൽ എഴുതിയത് അല്ലേ? എല്ലാവർക്കും വേണ്ടിയാണ് എഴുതിയത്. ആ ഒരു മലയാള പൊതുമണ്ഡലം, മലയാള വിനിമയമാണ് 1921 ഒറ്റപ്പാലത്തെ കോൺഗ്രസ് സമ്മേളനമായിട്ട് മാറിയത്, KPCC സമ്മേളനമായിട്ട് മാറിയത്. ആ KPCC സമ്മേളനമാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി മലയാളി എന്ന് പറയുന്ന ഒരു സ്വത്വബോധത്തിൽ നമ്മൾ ഐക്യപ്പെട്ടത്. പരശുരാമൻ്റെ കാലത്തൊന്നുമല്ല. പരശുരാമൻ എന്ത് സംസാരിച്ച് നമുക്കറിയില്ല. അപ്പോൾ KPCC സമ്മേളനം വരുന്നു. അപ്പോൾ എന്തായി? തിരുവിതാംകൂറുകാരനും കൊച്ചിക്കാരനും മലബാറുകാരനും കാരിയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വ്യത്യാസമില്ലാതെ എല്ലാവരും കേരളം മലയാളം എന്നതിൻ്റെ പേരിൽ ആദ്യമായിട്ട് ഒത്തുചേർന്നത് 1921. അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പല വാർഷികങ്ങളും കൊണ്ടാടി. മലയാളി കൊണ്ടാടാൻ മറന്നുപോയൊരു വാർഷികമാണ് 1921. എന്താ കാരണം കേരളം ഉണ്ടായത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ചിന്തിക്കാത്തൊരു ജനതയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറ്, കേരളമല്ല മലയാളത്തെ ഉണ്ടാക്കിയത്, മലയാളമാണ് കേരളത്തെ ഉണ്ടാക്കിയത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 1940കളിൽ എന്ത് തരത്തിലാണ് കേരളം ഉണ്ടാകേണ്ടതെന്നുള്ള ചർച്ച വന്നപ്പോൾ 2-3 തരം വാദങ്ങൾ ഉണ്ടായിരുന്നു. എന്താ വാദം? ഒന്ന്, പശ്ചിമതീര സംസ്ഥാനം, അവർ പഴയ വാദികളാണ്. എന്ന് വെച്ചാൽ പരശുരാമൻ മഴുവറിഞ്ഞ വഴിക്കൊരു കേരളം ഉണ്ടാക്കണമെന്നാണ്. കൊങ്കണം മുതൽ കന്യാകുമാരി വരെ അതൊരു ആര്യ സംസ്കാരവാദമാണ്. വേറൊരു വിഭാഗക്കാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതുപോലെ മതി, മലബാറിനെ തമിഴ്നാടിനോട് ചേർത്ത് നിലവിലുള്ള അവസ്ഥയിൽ നിർത്തുക. ഇങ്ങനെ 3-4 വാദങ്ങളുണ്ടായിരുന്നു. ഈ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് ഭാഷാടിസ്ഥാനത്തിലാണ് ഒരു സമൂഹം ഉണ്ടാകണം എന്ന് വന്നത്. അത് വളരെ ആധുനികമായൊരു രാഷ്ട്രസങ്കല്പമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായതിൻ്റെ കാര്യം നമുക്കറിയാം, ഇസ്രായേൽ ഉണ്ടായതിൻ്റെ കാര്യം നമുക്കറിയാം. അതൊക്കെ മതങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മതമല്ല, ഭാഷയാണ് സമൂഹ നിർമ്മിതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ ആധുനികവും ശാസ്ത്രീയവുമായ ആശയമാണ്. എന്താ വ്യത്യാസം? മലയാളത്തിൻ്റെ പേരിലാണ് കേരളം ഉണ്ടായതെങ്കിൽ ആ കേരളത്തിൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും തുല്യ അവകാശമുണ്ട്. പരശുരാമനെ അറബിക്കടലിലേക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കേരളം ഉണ്ടാക്കിയത്. ആര്യ സംസ്കാരത്തെ തള്ളിക്കൊണ്ടാണ് തുല്യ അവകാശത്തിൽ എല്ലാവരും സംസാരിക്കുന്ന ഭാഷ. അതിനൊരു കണക്കുണ്ട് കേട്ടോ. ഈ കേരളത്തിൻ്റെ ഭാഷാ സമൂഹത്തെക്കുറിച്ചുള്ള സങ്കല്പം നമ്മൾ നോക്കിയാലേ അതിൻ്റെ അകത്ത് ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇപ്പോൾ സേതുരാമൻ അതിൻ്റെ കണക്ക് പറയും. K. സേതുരാമൻ, അദ്ദേഹത്തിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു പോലീസുകാരനായതുകൊണ്ട് നമ്മളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെറിയൊരു സംശയമുണ്ട്, ഇയാൾ മലയാളം ഭാഷ ആയതുകൊണ്ടല്ലേ ഇത് പറയുന്നത്. അദ്ദേഹം പോലീസുകാരൻ, അദ്ദേഹത്തിന് യാതൊരു തമിഴനുമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കണക്ക് ഞാൻ ഉദ്ധരിക്കുന്നു, കുഴപ്പമില്ലല്ലോ, ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം കൊടുക്കുന്ന ചില കണക്കുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ആദ്യത്തെ 30 ഭാഷകളിൽ 11 ഭാഷകളും ഇന്ത്യൻ ഭാഷകളാണ്. ആ കണക്ക് ഞെട്ടിക്കുന്ന കണക്കാണ്, ആദ്യത്തെ 30 ഭാഷകളിൽ. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണം, ഇപ്പോഴും നമ്മുടെ കോമൺ സെൻസിൽ ബ്രിട്ടനേക്കാളും ചെറിയൊരു രാജ്യമായിട്ടാണ് ഇന്ത്യയെ കാണുന്നത് അല്ലേ. ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ജനസംഖ്യ റഷ്യയേക്കാൾ കൂടുതൽ വരും. റഷ്യയിൽ 18 കോടി, ഇവിടെ 20 കോടിയാണ്. അത്ര വലുതാണ് നമ്മുടെ രാജ്യം. കേരളത്തിൻ്റെ ജനസംഖ്യ 4 സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ചേർന്നാലുള്ളതിനേക്കാൾ വരും. പോർച്ചുഗലിലെ ജനസംഖ്യ 1 കോടിയാണ്, 3.5 കോടിയാണ് മലയാളികൾ. ഇപ്പോഴും നമ്മൾ ആ പശു ചത്തെങ്കിലും മോരിൻ്റെ പുളിപ്പ് ഒരു ഓർമ്മയായിട്ട്, ഭീതിയായിട്ട്, നമ്മുടെ ചെറുപ്പമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നു. ഇനി ഇന്ത്യൻ ഭാഷകൾ, ആ 11 ഇന്ത്യൻ ഭാഷകൾ എടുത്താൽ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശതമാനം ആളുകൾ സംസാരിക്കുന്ന പ്രദേശ ഭാഷ മലയാളമാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്ന് വെച്ചാൽ അർത്ഥം കേരളത്തിൽ 96% ആളുകളുടെ മാതൃഭാഷ മലയാളം. കർണാടകത്തിൽ 65% ആളുകൾ മാത്രമാണ് കന്നഡ മാതൃഭാഷയായിട്ടുള്ള ആളുകൾ. ഈ വലിയ തറവാടിത്തം പറയുന്ന തമിഴ്നാട്ടിലെ 90% താഴെയാണ് തമിഴ് മാതൃഭാഷയായിട്ടുള്ള ആളുകൾ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും 90-ൽ മേലെ ഞാനതിനെ പിന്തുണക്കുന്നതല്ല, ഇത് ഞാൻ പറയാൻ കാരണം, എന്നിട്ട് ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മാതൃഭാഷ അവഗണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ തമാശ അവിടെയാണ് കിടക്കുന്നത്. നമ്മളെപ്പോഴും മാതൃഭാഷയ്ക്ക് വേണ്ടിയാണ് വാദിക്കുന്ന, മലയാളത്തിന് വേണ്ടിയിട്ടല്ല. ഇവിടുത്തെ ആദിവാസിയുടെ ഭാഷയ്ക്ക് വേണ്ടിയും ന്യൂനപക്ഷ ഭാഷകൾക്ക് വേണ്ടി. ഓർമ്മയുണ്ടല്ലോ നമ്മുടെ സമരം, കേരള KS മുമ്പിൽ നമ്മൾ നടത്തിയ സമരം മലയാളത്തിലും ന്യൂനപക്ഷ ഭാഷകളിലും പരീക്ഷ നടത്തുക എന്നാണ്. കരുതലോടുകൂടിയാണ്, അപരങ്ങളെയും കൂടി കരുതിക്കൊണ്ടാണ്. ഞാനത് പറയുമ്പോഴും ഞാനിത് പറയാൻ കാരണം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മലയാളം ഒരു കുറഞ്ഞ സാധനമായിട്ടാണ് നമ്മൾ കരുതുന്നത്.
അപ്പോൾ ഇതിൻ്റെ പൊതു പശ്ചാത്തലം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി എൻ്റെ പോയിന്റ് ഞാൻ പറഞ്ഞൊരു കാര്യം, അടിസ്ഥാനപരമായ ഒരു കാര്യം, മതസമൂഹത്തിൽ നിന്ന് ആധുനിക ലിബറൽ സമൂഹത്തിലേക്കുള്ള പരിണാമത്തിൽ നിർണായകം മാതൃഭാഷ എന്നുള്ളതാണ്. ഇതാണ് എനിക്ക് ഇവിടെ വെക്കാനുള്ള അടിസ്ഥാനപരം, അതെല്ലാ അർത്ഥത്തിലും. അതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, യൂറോപ്പിൽ നമ്മളൊക്കെ പഠിച്ചു പോയതാണ് യൂറോപ്പിൽ കുരിശ് യുദ്ധം, അല്ലേ? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള വലിയ യുദ്ധം, വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധം. അത് കഴിഞ്ഞ് പിന്നീട് പ്രൊട്ടസ്റ്റൻ്റ് കത്തോലിക്ക യുദ്ധം വരുന്നു, ജർമ്മനിയിലൊക്കെ വലിയ ആളുകൾ കൊല്ലപ്പെട്ടതാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് യൂറോപ്പ് മറികടന്നത്? എങ്ങനെയാണ് കരയേറിയത്? എങ്ങനെയാണ് അവർ കരയേറിയത്? കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻറ്റും അല്ല ഞങ്ങൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഇറ്റാലിയക്കാരും ജർമ്മൻകാരുമാണെന്നുള്ള പുതിയ ബോധം വന്നിട്ടാണ്. ഭാഷാദേശബോധത്തിൻ്റെ താഴെയാണ് മതബോധം വന്നത്. ഇന്ത്യയിലും അത് തന്നെയാണ് സ്ഥിതി. ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം എന്നുള്ള തർക്കം നിങ്ങൾ ലോകാവസാനം വരെ പരിഹരിക്കാൻ സാധ്യമല്ല. അത് പരിഹരിക്കണമെങ്കിൽ ഇതിൻ്റെ മേലെ മലയാളി, തമിഴൻ, കന്നഡയൻ, പഞ്ചാബി, ബംഗാളി എന്നൊരു ബോധം വരണം. ഇതില്ലാത്ത കാര്യം. അല്ലാതെ ഇത് നമ്മളൊരു അണ്ടിയോ മൂത്ത മാവോ മൂത്ത എന്നുള്ള മട്ടിൽ, അപ്പോൾ ഒരു വശത്ത് നമ്മൾ ഭൂരിപക്ഷ വർഗീയതയെ നമ്മൾ കുറേ വിമർശിച്ചു, അപ്പോഴേക്കും മറ്റേ ഭാഗം പൊങ്ങും, അപ്പോൾ അതിനെ വിമർശിച്ചു, അപ്പോൾ ഇതിനെ പിന്തുണക്കുന്നതെന്ന് പറയും. ഇങ്ങനെ കളി നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ പരിഹാരം ഇത് രണ്ടുമല്ല, അതിനേക്കാൾ അപ്പുറത്ത് അതിനെ ആദേശം ചെയ്തുകൊണ്ട് പുതിയൊരു ബോധം, പുതിയൊരു ആധുനികമായ അവബോധം, ഭാഷയുടെ പേരിലാണ് നമ്മൾ ഐക്യപ്പെട്ടതെന്ന ബോധം. എന്താ വ്യത്യാസം? ക്രിസ്ത്യൻ മതത്തിൻ്റെ പേരിലാണ് ഐക്യപ്പെട്ടതെങ്കിൽ എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന മുസ്ലിമിനോട് എനിക്ക്, മുസ്ലിമും ഞാനും ചേർന്നൊരു സമൂഹമില്ല, ഞാനും ഹിന്ദുവും ചേർന്നൊരു സമൂഹമില്ല, ഞാൻ അവിടെ അപ്പുറത്ത് എൻ്റെ വീടും കഴിഞ്ഞ് അപ്പുറത്തിരിക്കുന്ന ക്രിസ്ത്യാനിയും ഞാനും ചേർന്ന ഒരു സമൂഹം ഉണ്ടാക്കുന്നത്. എൻ്റെ വീട് ക്രിസ്ത്യാനികളുടെ ചുറ്റുമാണെങ്കിലും ക്രിസ്ത്യാനിയും ഞാനും മലയാളത്തിലാണ് സംസാരിക്കുന്നതെങ്കിലും ഞാൻ പോകുന്നത് എൻ്റെ മതക്കാരനായ മുസ്ലിമിനെയും തേടിയാണ്. അപ്പോൾ ഈ ഒരു മതബോധം, വെർട്ടിക്കലായ മതബോധത്തിന് പകരം തിരശ്ചീനമായൊരു രാഷ്ട്രീയ ബോധമായിട്ട് മാറുന്നത് ഞങ്ങളെല്ലാം പൊതുവായിട്ട് അയൽപക്കത്ത് ഉപ്പും മുളകും പരസ്പരം കൊണ്ടും കൊടുത്തും വാങ്ങുന്ന പൊതുഭാഷയാകുമ്പോൾ മാത്രമേ അതൊരു സമൂഹമാകുള്ളൂ, മറ്റൊരു സമുദായമാണ്. അപ്പോൾ സമുദായത്തെ സമൂഹമാക്കി മാറ്റിയത് യൂറോപ്പിലെന്താ സ്ഥിതി? നിങ്ങൾ 1215 നമ്മൾ വളരെ പ്രസിദ്ധമാണ് മാഗ്ന കാർട്ട, അല്ലേ? ലത്തീനിലാണ് അത് എഴുതിയത്. പക്ഷെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത നൂറ്റാണ്ടാകുമ്പോൾ ഒരു കാര്യം വരുന്നു. ആരാണോ മഗ്ന കാർട്ട ജോൺ രാജാവിനെ കൊണ്ട് ഒപ്പിടിച്ചത്, ഈ പ്രഭുക്കളുടെ നിവേദനത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ലത്തീൻ ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് ഭാഷ ഭരണത്തിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരുന്നു. ലത്തീനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരെ രാജാവ് നിയമിക്കുന്നു. നോക്കൂ, ഭരണഭാഷയിലേക്ക് മെല്ലെ മെല്ലെ, മതത്തിൽ നിന്ന് മെല്ലെ ആധുനിക സമൂഹത്തിലേക്ക് മാറുകയാണ്. അടുത്ത ഘട്ടത്തിൽ ഇംഗ്ലീഷൊക്കെ വരുന്നു. ഇംഗ്ലീഷ് നമ്മളിപ്പോൾ ഒരു 50 കൊല്ലം സമരം ചെയ്തിട്ട് നിരാശരാകുന്ന ആളുകളോട് ഞാൻ പറയും, ഇംഗ്ലണ്ടിൽ നീണ്ട നൂറ്റാണ്ടുകൾ നടന്ന യുദ്ധമായിരുന്നു ഇംഗ്ലീഷ് മാതൃഭാഷയും കോടതി ഭാഷയും ഭരണഭാഷയും വിജ്ഞാന ഭാഷയാക്കാൻ വേണ്ടി. നൂറ്റാണ്ടുകൾ നടത്തിയിട്ടും കോടതി ഭാഷ ഇംഗ്ലീഷ് ആവാത്തതുകൊണ്ട് 1732 ജോർജ് രണ്ടാമൻ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഇനി മുതൽ ഇംഗ്ലീഷ് കോടതിയിൽ ആരെങ്കിലും ഫ്രഞ്ചോ ലത്തീനോ സംസാരിച്ചാൽ പിഴ എന്നാണ്. ഇവിടെ തിരിച്ചാൽ പിഴ. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ വലിയ സമരം നടത്തിയിട്ടുണ്ട്. അവർ മാത്രമല്ല, കത്തോലിക്ക സഭയുടെ ചരിത്രം എടുത്താൽ ചില കർദിനാൾമാർ, ഇപ്പോൾ ബെമ്പുവിനെ പോലുള്ള കർദിനാൾമാർ കൃത്യമായി പ്രഖ്യാപിക്കുന്നുണ്ട്, ഞങ്ങൾ ലത്തീന് പകരം എന്താ ഞങ്ങളുടെ ദേശഭാഷ ഉപയോഗിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയുള്ള ഭാഷാ സംവാദം എന്നൊരു പുസ്തകം തന്നെ കർദിനാളിൻ്റെ നേതൃത്വത്തിലുണ്ടായി. ലത്തീനിൽ നിന്ന് ഇങ്ങോട്ട് മാറുകയാണ്, ഇംഗ്ലീഷിലേക്ക് മാറുക, ഫ്രഞ്ചിലേക്ക് മാറുകയാണ്. എന്ന് മാത്രമല്ല, പ്രാദേശിക ഭാഷകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ലത്തീനല്ലാതെ ദേശഭാഷകളിൽ കവിതാ മത്സരങ്ങൾ നടന്നു. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല, ഇതൊന്നും പഠിപ്പിക്കാതെ നമ്മളെ ധാരണ പണ്ടേ ഇംഗ്ലീഷാണ്. അല്ല, ഇംഗ്ലീഷ് ഒരുപാട് യുദ്ധം ചെയ്തു സ്വന്തം ഭാഷയ്ക്ക് വേണ്ടി. കാരണം AD 1066 നോർമൻകാരെന്ന് പറയുന്ന ഫ്രഞ്ച് ജനത ഇംഗ്ലണ്ടിനെ കീഴ്പ്പെടുത്തിയപ്പോൾ ഇത് മുതൽ അവരുടെ ഭരണഭാഷയും കോടതി ഭാഷയും സർവ്വവും ഇംഗ്ലീഷും ഫ്രഞ്ചും ലത്തീനുമായി മാറി. അതിനെതിരെയുള്ള സമരം നമ്മൾ കാൻറ്റർബറി ടൈൽസിൽ കാണും. കാൻറ്റർബറി ടൈൽസിൽ ജെഫ്രി ചോസർ പറയും, നോക്കുക പൊങ്ങച്ചക്കാരി ഫ്രഞ്ച് പറയുന്നു, പക്ഷേ അവരുടെ ഫ്രഞ്ച് സാക്ഷാൽ ഫ്രഞ്ചുകാർ കേട്ടാൽ പരിഹസിക്കും എന്ന് പറയുന്നുണ്ട്, നമ്മുടെ മദാമ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ. അങ്ങനെ അതൊരു ഭാഷാ പ്രവർത്തനമായിരുന്നു. ആദ്യത്തെ കവിത എഴുത്തൊരു ഭാഷാ പ്രവർത്തനമായിരുന്നു. നവോത്ഥാനത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച നമ്മൾ നടത്തിയല്ലോ, അല്ലേ? ഒറ്റ ചർച്ച ഒഴികെ. എന്താ ചർച്ച എന്ന് വെച്ചാൽ, നവോത്ഥാനത്തിൽ മാതൃഭാഷയുടെ പങ്ക് എന്താണെന്നുള്ള ഒഴിച്ച് ബാക്കിയെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. നവോത്ഥാനം തുടങ്ങുന്നത് തന്നെ മാതൃഭാഷയിലാണ്. കാരണം ഡിവൈൻ കോമഡി വരുമ്പോൾ, ആ ഡിവൈൻ കോമഡിയിൽ ദാന്തെ അത് എഴുതുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഭാഷയുടെ ഒരു മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട്. ഡി വൾഗാരി എലക്വൻഷ്യ എന്നതിൻ്റെ പേര്. അതിലാണ് അദ്ദേഹം മാതൃഭാഷയ്ക്ക് വേണ്ടി ലോകത്തിലെ ആദ്യത്തെ ശബ്ദം അത്. അവിടെ ഒരു കാര്യം ഞാനൊന്ന് അതേ പറഞ്ഞേക്കാൻ പലയിടത്തും പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം മാതൃഭാഷയെ നിർവചിച്ചത് വളരെ ശ്രദ്ധേയമായ രീതിയിലാണ്.
ഇപ്പോൾ നമ്മൾ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ, ആ പെറ്റമ്മയുടെ പിന്നാലെ പോയാൽ മറ്റു പല സ്ഥലത്തെത്തും. അതിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഏകദേശം നവനിർമ്മാണ സേനയിലേക്കും ശിവസേനയിലേക്കും എത്തിച്ചേരുന്ന ഈ പെറ്റമ്മവാദം അല്ലേ. പക്ഷേ ദാന്തെ വളരെ ജനാധിപത്യപരമായ രീതിയിലാണ് അത് നിർവഹിച്ചത്. ഏതൊരു ഭാഷയിലാണോ ആയമാർ സംസാരിക്കുന്നത് അതാണ് മാതൃഭാഷ എന്നാണ്. ശ്രദ്ധിക്കേണ്ട ഒരു വാദം അത്. മാതൃഭാഷ സാമൂഹ്യമാണ്, ജനിതകമല്ല എന്നർത്ഥം. ഗംഭീരമായൊരു വാക്യം. കാരണം അങ്ങനെ അതിൻ്റെ അർത്ഥം എന്താ? അതിന് പല അർത്ഥമുണ്ട്. ഒന്ന്, നമ്മളെല്ലാം തന്നെ നമ്മളുടെ മാതൃഭാഷ മലയാളമാണെങ്കിലും മക്കളെ ചേർക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അല്ലേ. മലയാളം ആവുന്നത്ര തൊടിയിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ കേരളത്തിൽ വരുന്ന ബംഗാളി അവരുടെ കുട്ടികളെ മലയാള മാധ്യമത്തിൽ ചേർക്കുന്നു. ഇതിൽ ദാന്തയുടെ നിർവചന പ്രകാരം ആര് ആണ് മലയാളം മാതൃഭാഷയായിട്ടുള്ള ആൾ? ബംഗാളിയാണ്. ഇതാണ് ദാന്തയുടെ നിർവചനം. കാരണം സാമൂഹ്യമാണല്ലോ. ഭാഷ ജനിതകമല്ലെങ്കിൽ എൻ്റെ മകനെ ഞാൻ മലയാളമേ തൊടിയിക്കാതെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മലയാളം കാണരുത്, കേൾക്കരുത്, ഇല്ലേ, അറിയരുത് എന്നുള്ള മട്ടിൽ പഠിപ്പിച്ചാൽ അവൻ മലയാളിയല്ല, മലയാളി ബംഗാളിയാണ്. അതുകൊണ്ട് എൻ്റെ നാട്ടിൽ വടകര ഈ ഓണക്കാലത്ത് ഓണപ്പൊട്ടൻ്റെ വേഷം ഇപ്പോൾ കെട്ടാറുള്ളത് ബംഗാളി യുവാവാണ്. കാരണം അയാളാണ് ശരിയായ മഹാബലി, അയാളാണ് ശരിയായ കേരളീയ പാരമ്പര്യം. മാത്രമല്ല ആ പണി മുഴുവൻ എടുക്കുന്നത് പാതാളപ്പണികളാണല്ലോ മഹാബലിയുടെ പണി. ആ പണി മുഴുവൻ എടുക്കുന്ന ബംഗാളി. അതുകൊണ്ട് ഭാവിയിൽ ബംഗാളിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, മലയാളിയിൽ വിശ്വാസമില്ല. ഇത് ദാന്തയാണ് എന്നെ പഠിപ്പിച്ചത്. ഏതായാലും ദാന്തയെ കഴിഞ്ഞ് പിന്നീട് വരുമ്പോൾ അത് സാഹിത്യം. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ ഒന്നാമത്തെ മുദ്രാവാക്യം അത്. നവോത്ഥാനത്തിൽ ഒന്നാമത്തെ കാര്യം മാതൃഭാഷയിൽ എഴുതുക സാഹിത്യകൃതികൾ. ഡിവൈൻ കോമഡി അങ്ങനെ എഴുതി, കാൻറ്റർബറി ടൈൽസ് അങ്ങനെ എഴുതി, ഡക്കാമറൻ കഥകൾ അങ്ങനെ എഴുതി, എല്ലാം മാതൃഭാഷയിലേക്ക് പോകുന്നു. അതാണ് ഒന്നാമത്തെ റെവല്യൂഷൻ, സംസ്കാര പരിണാമം ഞാൻ പറയുന്നത്. രണ്ടാമത്തത് മതനവോത്ഥാനത്തിൻ്റെ കാലത്ത്, അതായത് മതനവീകരണം എന്ന് നമ്മൾ പറയുന്ന ഘട്ടത്തിൽ, റിനൈസൻസ് കഴിഞ്ഞ് റിഫർമേഷൻ്റെ ഘട്ടത്തിലെത്തിയപ്പോൾ അവിടെയും ദൈവവിചാരം നടത്തേണ്ടത് മാതൃഭാഷയിലാണ് എന്നുള്ള വാദം വന്നു. രണ്ടാമത്തെ ഘട്ടം അത്. ആദ്യത്തത് സാഹിത്യം ഉൾപ്പെടെയുള്ള വിനിമയങ്ങൾ, രണ്ടാമത്തത് തിയോളജി, ദൈവവിചാരം നടത്തേണ്ടത് മാതൃഭാഷയിലാണ്. അതാണല്ലോ ഗുട്ടൻബർഗ് റവല്യൂഷൻ്റെ കാലത്ത് പിന്നീട് വരുന്ന മാർട്ടിൻ ലൂതർ ചെയ്തത്. പുരോഹിതൻ്റെ ഇടനിലയില്ലാതെ ബൈബിൾ എനിക്ക് നേരിട്ട് വായിച്ചാൽ മനസ്സിലാകും എന്ന മട്ടിൽ ക്രിസ്തുവും ഞാനും തമ്മിൽ ഹൃദയബന്ധം, അല്ലാതെ പണ്ഡിതോഹിതമായ ബന്ധമല്ല. ക്രിസ്തുവിനെ ഞാൻ എൻ്റെ മനസ്സിൽ സ്ഥാപിക്കാൻ കഴിയണമെങ്കിൽ ക്രൈസ്തവ വചനങ്ങൾ എൻ്റെ മനസ്സിൽ തട്ടണം, മാതൃഭാഷയിലേ പറ്റുള്ളൂ. അതാണ് നേരത്തെ സനാഉള്ള മക്തി തങ്ങൾ പറഞ്ഞത്, അതാണ് പൂന്താനം പറഞ്ഞത് അല്ലേ. പൂന്താനവും മേൽപ്പത്തൂരും തമ്മിലുള്ള തർക്കം യഥാർത്ഥത്തിൽ ദൈവജ്ഞാനം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, പണ്ഡിത പ്രക്രിയ അല്ല, അതൊരു വൈകാരിക പ്രക്രിയയാണ്. ഞാൻ കാണാൻ പോകുന്നത് പാർത്ഥസാരഥിയല്ല, കള്ളക്കണ്ണനെയാണ് എന്നർത്ഥം. ആ ഒരു പരിണാമമാണ്. ഇതാണ് നമ്മൾ രണ്ടാമത് പറയുന്ന റിഫർമേഷൻ്റെ ഘട്ടം. ഈ രണ്ട് ഘട്ടവും നമ്മൾ വിജയകരമായി കേരള സമൂഹം മറികടന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഘട്ടം അതാണ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന ഘട്ടം. 17-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്ന ഘട്ടം. അവിടെയാണ് ഫിലോസഫിയും സയൻസും ടെക്നോളജിയും ഒക്കെ മാതൃഭാഷയിലാകുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴും കടന്നിട്ടില്ല. മൂന്നാം ലോക കൊളോണിയൽ ഭരണത്തിൻ്റെ കീഴിലായ സമൂഹങ്ങൾ. അതുകൊണ്ട് കൊളോണിയൽ അധിനിവേശത്തിന് വിധേയമായ സമൂഹങ്ങളിൽ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ, വിജ്ഞാന പ്രക്രിയയിൽ, വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഭാഷ, മാതൃഭാഷ അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ വിഷയമാണ്. ഇത് നമ്മളാരും തിരിച്ചറിയുന്നില്ല. ഇത് തിരിച്ചറിഞ്ഞ ഒരാൾ ലോഹി, അങ്ങനെ കുറച്ച് മഹാത്മാഗാന്ധിയാണ്, കുറച്ച് പേരൊക്കെ EMS ആണ്, ബാക്കി പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മൂന്നാം ലോക സമൂഹങ്ങളിൽ ഭരണകൂടവും ജനതയും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ ഭാഷാ വൈരുദ്ധ്യമുണ്ട്. കാരണം ഭരണകൂടത്തിൻ്റെ ഭാഷ ഇംഗ്ലീഷും ജനതയുടെ ഭാഷ മാതൃഭാഷയാണ്. ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ആ വ്യത്യാസമുണ്ട്. കാരണം ജ്ഞാനികളുടെ ഭാഷ, സോക്കോൾഡ് നാരായണഗുരുവിൻ്റെ അല്ല, പറയപ്പെട്ട ജ്ഞാനികളുടെ ഭാഷ ഇംഗ്ലീഷും സാധാരണ ജനങ്ങളുടെ ഭാഷ മലയാളമുണ്ട്. ജ്ഞാനത്തിൻ്റെ അകത്തും അതുകൊണ്ടാണ് പരിഷത്തിന് ജനിക്കേണ്ടി വരുന്നത്. ഈ വൈരുദ്ധ്യമുണ്ട്. ചിന്തയുടെ മേഖലയിൽ ഈ വൈരുദ്ധ്യമുണ്ട്. രാഷ്ട്രീയ പ്രക്രിയയിൽ ഉടനീളം ഈ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് മൂന്നാം ലോകത്തിൻ്റെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഭാഷ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല. 50കൾ വരെ ഏകദേശം ആ തിരിച്ചറിവുണ്ടായിരുന്നു. 50കളിൽ കേരളത്തിൻ്റെ ഹൈക്കോടതി മലയാളത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. തിരുകൊച്ചി ഹൈക്കോടതിയുടെ ഭാഷ മലയാളമായിരുന്നു. കേരളമായപ്പോഴാണ് ഇംഗ്ലീഷായത്. അതിന് തമാശ ആലോചിച്ച് നോക്കണം അല്ലേ. കേരളമായപ്പോൾ ഇംഗ്ലീഷായി, കേരളമല്ലാത്തപ്പോൾ മലയാളമായി ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പരിണാമം, അതുകൊണ്ട് എന്താ എൻലൈറ്റൻമെൻറ്റിൻ്റെ ഭാഷ എന്ന് പറഞ്ഞ അർത്ഥം തത്വചിന്ത, ദൈവിക അല്ലെ മത സമൂഹത്തിൽ നിന്ന് ആധുനിക സമൂഹത്തിലേക്കുള്ള പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മോഡേൺ ഫിലോസഫി എന്ന് വിളിക്കുന്നത്. പണ്ട് ഫിലോസഫിയൊക്കെ പഠിപ്പിച്ചിരുന്നത് ലത്തീൻ ഭാഷയിലാണ്. അത് പഠിപ്പിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കാരണം എന്ത് വിപ്ലവം നിങ്ങൾ പഠിപ്പിച്ചാലും കുറച്ച് പണ്ഡിതന്മാരെ അറിയുള്ളൂ. EMS നമ്പൂതിരിപ്പാട് കേരളം മലയാളികളുടെ മാതൃഭൂമി സംസ്കൃതത്തിലാണ് എഴുതിയെങ്കിൽ, ഇംഗ്ലീഷിലാണ് എഴുതിയെങ്കിൽ അത് ജനതയെ സ്വാധീനിക്കാൻ പോകുന്നില്ല. പക്ഷേ മലയാളത്തിൽ പറഞ്ഞാൽ അത് ജനത സ്വാധീനിക്കും. EMSൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അണ്ടനെയും വടകോടനെയും സ്വാധീനിക്കും. എന്നതുപോലെ ജർമ്മനിയിൽ ഒരു കാലം വരെ തത്വചിന്ത പഠിപ്പിച്ചിരുന്നത് ലത്തീൻ ഭാഷയിലാണ്. അവിടെ
ക്രിസ്ത്യൻ വോർഫ് എന്ന് പറയുന്ന നവോത്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്തകനാണ് ആദ്യമായി ജർമ്മൻ ഭാഷയിൽ തത്വചിന്ത പഠിപ്പിക്കുന്നത്. അതിന് അപ്പം തന്നെ കൂലി കിട്ടി അദ്ദേഹത്തെ പള്ളി പുറത്താക്കി, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കി. കാരണം ഇയാളുടെ അറിവ് സമൂഹം മനസ്സിലാക്കാൻ തുടങ്ങി, പ്രക്ഷോഭകരമായി തീർന്നു, ജ്ഞാനം പ്രയോഗമായി തീർന്നു. അതുവരെയുള്ള ജ്ഞാനം അട്ടത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ജർമ്മൻ ഭാഷ ആധുനികവൽക്കരിക്കപ്പെടുകയാണ്, ആധുനിക ചിന്തകൾ ജർമ്മൻ ഭാഷയിൽ വരുന്നു. ഇമ്മാനുവൽ കാന്റ് തത്വചിന്ത ജർമ്മൻ ഭാഷയിൽ പഠിപ്പിക്കുന്നു, സാധാരണക്കാരൻ്റെ ഭാഷയിൽ പഠിപ്പിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ ഹെഗൽ ജർമ്മൻ ഫിലോസഫി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പഠിപ്പിക്കുന്നു. അത് കേട്ടാണ് കാൾ മാർക്സ് തത്വചിന്ത ജർമ്മൻ ഭാഷയിൽ എഴുതിയത്. ആലോചിക്കണം, 1849 ശേഷം ജർമ്മനിയിലേക്ക് തിരിച്ചു വരാത്ത ഒരാളാണ് കാൾ മാർക്സ്. എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ ഇരുന്നിട്ട് എഴുതിയ പുസ്തകം ജർമ്മനിലാണ്. ആലോചിക്കണം അതിൻ്റെ കാര്യം. നമ്മളിവിടെ ഇരുന്നിട്ട് ഇംഗ്ലീഷ് എഴുതുമ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ജർമ്മൻ ദേശീയ, അതുകൊണ്ട് മാവും ഇവരൊക്കെ പറയും ആദ്യം സാർവലൗകിക, രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം സാർവലൗകികമായ ഒന്ന് ദേശീയമായിട്ടാണ് ആരംഭിക്കേണ്ടത് രാഷ്ട്രീയം. അതാണ് ഇപ്പോൾ ഗാന്ധിയുടെ ദേശീയതക്കെതിരെ സമരം ചെയ്യുന്ന ആൾ ഗാന്ധി ഒരു ഇൻ്റർനാഷണലിസ്റ്റാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇൻ്റർനാഷണലിലേക്കുള്ള സഞ്ചാരത്തിന് തുടക്കമാണ് മാതൃഭാഷ. അല്ലെങ്കിൽ 10 ആൾ മാത്രമേ ഇൻ്റർനാഷണൽ ആവുള്ളൂ, മറ്റവർ ലോക്കലായി മാറിപ്പോകും. അപ്പോൾ ഈ അന്തർദേശീയ സമൂഹത്തിലേക്ക് ആ ഒരു വലിയ മാർച്ച് എന്ന് പറയുന്നത് സ്വന്തം ഭാഷയിലൂടെ എന്ന് പറയുന്നത് ഗാന്ധിജി സത്യാന്വേഷണ പരീക്ഷകൾ എഴുതിയ ഗുജറാത്തിലാണ്, ഹിന്ദിയിൽ പോലും അല്ല. ഹിന്ദു സ്വരാജ് എഴുതിയത് സത്യാന്വേഷണ പരീക്ഷകളൊക്കെ തന്നെ അദ്ദേഹം അറിയാത്തതുകൊണ്ടല്ല, കാരണം അതൊരു ഹൃദയത്തിൽ നിന്ന് കൂടി വരുന്ന ഒരു റവല്യൂഷനാണ്. അപ്പോൾ ഈ നിലയിൽ വിജ്ഞാന ഭാഷയുടെ ഒരു ചരിത്രമുണ്ട് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ജർമ്മൻ ഭാഷയിൽ ഈ പരിണാമം നടക്കുന്നു. നമ്മളിപ്പോൾ ലോകത്തിൻ്റെ വലിയ തത്വചിന്തയുടെ പിതാവായിട്ട് പറയുന്ന ദക്കാർത്ത് അദ്ദേഹത്തിൻ്റെ ഡിസ്കോഴ്സ് ഇൻ മെത്തേഡ് എന്ന് പറയുന്ന കൃതി അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിൽ എഴുതി. അപ്പോൾ വലിയ ലോകചിന്തകനല്ലേ. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്താണ് ഈ പണ്ഡിത ഭാഷയിലല്ലാതെ പ്രാമര ഭാഷയിൽ എഴുതിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ തത്വചിന്ത വീട്ടിൻ്റെ അവസാനത്തെ സ്ത്രീക്ക് പോലും മനസ്സിലാകണം. അപ്പോൾ അന്ന് മുതൽ 17-ാം നൂറ്റാണ്ട് മുതൽ അവിടുത്തെ ഫ്രഞ്ച് ജനതയിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആധുനിക സമൂഹത്തിൻ്റെ തത്വചിന്ത മനസ്സിലായി തുടങ്ങിയതുകൊണ്ട് എന്തുണ്ടായി, 20-ാം നൂറ്റാണ്ടിൽ ഒരു സിമോൺ ഡി ബൂവേ അവിടെ ഫെമിനിസത്തിൻ്റെ വക്താവായി. നമ്മുടെ ഫെമിനിസത്തിൻ്റെ തുടക്കക്കാരി മാധവിക്കുട്ടിയായി. ഞാൻ മോശം പറയല്ല, പക്ഷേ സാഹിത്യ കേന്ദ്രിതം മാത്രമായി പോയി നമ്മുടെ ഫെമിനിസം. ഇന്നലെ ദേവിക വന്നപ്പോൾ എത്ര വ്യത്യാസമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അതൊരു തത്വചിന്തയുടെ മാറ്റം. അത് അവിടെ നേരത്തെ തന്നെ വന്നു. സയൻറ്റിസ്റ്റുകൾ, വനിതാ ശാസ്ത്രജ്ഞർ, ഫ്രാൻസിൻ്റെ ചരിത്രം എടുത്താൽ വനിതാ ശാസ്ത്രജ്ഞരുടെ ഒരു ചരിത്രം നമ്മൾ കാണും. കേരളത്തിലിപ്പോൾ സ്ത്രീകളുടെ സാഹിത്യം എന്ന് പറഞ്ഞാൽ കുറച്ച് 4 വരി കവിത അല്ലേ. ഞാൻ മോശപ്പെട്ട രീതിയിൽ പറയല്ല. അവിടെ തളം കെട്ടിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മാതൃഭാഷയിലൂടെ സമൂഹത്തിൽ അവസാനത്തെ സ്ത്രീയെയും കൂടെ ഒപ്പം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ആ ശാസ്ത്ര വിപ്ലവത്തിന് എന്നുള്ള അവിടെ കഴിഞ്ഞു. ഗലീലിയോവിനെതിരെ ചോദ്യം വന്നു. ഗലീലിയോവിൻ്റെ ചോദ്യം വന്നപ്പോൾ കോപ്പർനിക്കസ് കഴിഞ്ഞ് ഗലീലിയോവിൻ്റെ ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാട്ടിലെ അവസാനത്തെ കൈത്തൊഴിലുകാരനും എൻ്റെ ഭാഷ മനസ്സിലാവണം. അതുകൊണ്ട് അവിടുത്തെ പഴയ ഗിൽഡുകളിൽ നിന്ന് ആധുനിക ഫാക്ടറി തൊഴിലാളിയിലേക്കുള്ള മാറ്റത്തിൻ്റെ മാധ്യമം അവരുടെ ഭാഷയായി. നമ്മളിപ്പോഴും നമ്മുടെ പാരമ്പര്യ തൊഴിലുകൾ മാതൃഭാഷയിൽ ചെയ്യുന്നു. അവരെ നമ്മൾ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നു, തെങ്ങ് കയറ്റക്കാരനായിട്ട് മുദ്ര കുത്തുന്നു. ഒരു തെങ്ങ് കയറ്റ യന്ത്രം ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല അല്ലേ. അത് അവരെ കണ്ടുപിടിക്കാത്തതുകൊണ്ട് നമ്മളും കണ്ടുപിടിക്കുന്നില്ല. അങ്ങനെയൊക്കെയാണല്ലോ. മറ്റെല്ലാ യന്ത്രങ്ങളും അവിടെ കണ്ടുപിടിക്കുകയോ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നില്ല. നമ്മുടെ നാടിന് വേണ്ടിയുള്ളൊരു യന്ത്രം കണ്ടുപിടിക്കുന്നില്ല. അതുകൊണ്ട് ജാതിയിൽ തളം കെട്ടി കിടക്കുക. ജാതി നശിപ്പിക്കുന്നതിന് പോലും കഴിയാതെ പോയതിൻ്റെ പിന്നിൽ നമ്മുടെ ഭാവനയെ നമുക്ക് അപകോളനീകരിക്കാൻ കഴിയാതെ പോയതാണ്. അപ്പോൾ ഭാവനയുടെ അപകോളനീകരണം എന്ന് പറയുന്നത് ഈ ഉൽപാദന ശക്തി നമ്മൾ പറയുമ്പോൾ ഭാവനയ്ക്ക് അതിൽ വലിയ പങ്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലിംഗ്വിസ്റ്റിക് ടേണും കൾച്ചറൽ ടേണും പോലെ ഇപ്പോൾ വരുന്ന പുതിയ പരിണാമത്തിൽ എസ്തെറ്റിക് ടേൺ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഫക്റ്റീവ് ടേൺ, നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കാൻ കഴിയുന്നത് എന്ത് എന്നൊരു ചോദ്യമുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ചോദ്യങ്ങളാണ്. അത് വെറുതെ എഴുതി വെച്ചാൽ വരില്ല, എഫക്റ്റീവാണ്. ആ എഫക്റ്റീവിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ മാതൃഭാഷയാകണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വലിയ പരിണാമം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉൾപ്പെടെ സയൻസിൻ്റെ റവല്യൂഷൻ ഉൾപ്പെടെ അവിടെ ഇതും സംഭവിച്ചു. കേരളത്തിൽ സംഭവിച്ചില്ല അത്. കാരണം കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയുള്ള ഗുമസ്തന്മാർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം, അല്ലാതെ സമൂഹ സൃഷ്ടിക്കലല്ല. ഇതാണ് അവിടെ ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം. എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിന് നമ്മൾ ഒരു വലിയ പരിധിയിൽ അംഗീകരിക്കുന്നു, നമ്മൾ വിമർശിക്കുന്നു. യൂറോപ്പിൽ അവർ ആധുനിക വിജ്ഞാനം സാമൂഹ്യമായൊരു കാര്യമായിട്ടാണ് കണ്ടത്. ഓരോ ആളും അവരെ തൊഴിൽ മണ്ഡലത്തെ ഒന്നും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പുതിയ വിജ്ഞാനങ്ങൾ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് സ്കൂളിൻ്റെ ആകെ 3 മാസം മാത്രം സ്കൂളിൽ പോയ എഡിസൺ 1000 പാറ്റൻറ്റോട് കൂടി നിൽക്കുന്നത്. കാരണം അവിടെ ഇരുന്നിട്ട് അത് മനസ്സിലാക്കാം. കാരണം അത് ജ്ഞാനം കിനിഞ്ഞിറങ്ങി സർവകലാശാല ജ്ഞാനം അവസാനത്തെ തൊഴിലാളിയുടെ കയ്യിൽ, കർഷകൻ്റെ മകൻ്റെ കയ്യിൽ കിട്ടി. അവരവിടെ നിന്ന് ഉണ്ടാക്കുന്നു. നമ്മുടെ ജ്ഞാനം ഉദ്യോഗത്തിന് വേണ്ടി മാത്രമുള്ളതാണ്.
ബ്രിട്ടീഷുകാരെ സേവിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ, ഞാൻ കുറ്റം പറയല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുദ്രാവാക്യം എന്താ? ബ്രിട്ടീഷുകാരിരിക്കുന്നിടത്ത് ഞങ്ങൾക്കും കൂടി ഇരിക്കാൻ കഴിയണതാണ്. അല്ലാതെ ഇവിടെ അടിത്തട്ടിൽ ഒരു പുതിയ ഇന്ത്യ ഉണ്ടാക്കില്ല. അത് പിന്നീട് ഗാന്ധി വരുമ്പോഴാണ് ഉണ്ടാവുന്നത്. ഗാന്ധി ജയന്തിയാണല്ലോ കഴിഞ്ഞു പോയത്. 1916 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് ഗാന്ധി ആദ്യം നടന്നതിന് ശേഷം അദ്ദേഹം ആദ്യം നടത്തിയ പ്രസംഗം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ്. ഇന്ത്യയിലെ നാടുവാഴ്ത്തത്തിന് നേരെയുള്ള ആദ്യത്തെയും ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെയും പ്രഹരം വാക്കുകൊണ്ട് ഗാന്ധിയുടെയാണ്. കാരണം ആ സമ്മേളനത്തിൽ ഈ അന്നത്തെ രത്നങ്ങളൊക്കെ പതിച്ച ബ്രിട്ടീഷുകാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാ രത്നങ്ങളൊക്കെ പതിച്ചാണ് രാജകുമാരന്മാർ സദസ്സിൽ നിൽക്കുന്നത്. ഗാന്ധി ചോദിച്ചു, ലജ്ജയുണ്ടോ നിങ്ങൾക്ക്? ഇത്രയും ലക്ഷങ്ങളും കോടികളൊക്കെ ഉള്ള ആഭരണങ്ങളുമായിട്ട് കിരീടങ്ങളുമായിട്ട് ഈ ദരിദ്രനാരായണന്മാരുള്ള ഇന്ത്യയിൽ ഒരു സദസ്സിലിരിക്കാൻ ലജ്ജയുണ്ടോ എന്ന് ചോദിച്ചു. ഒരു നാടുവാഴ്ത്തത്തെ മുഖാമുഖ ഏറ്റുമുട്ടിയത്. പ്രതിഷേധിച്ചിട്ട് രാജകുമാരന്മാർ ഇറങ്ങിപ്പോയി. അധ്യക്ഷം വഹിക്കുന്ന ആനി ബസന്റ് ഗാന്ധിയെ തടയാൻ ശ്രമിച്ചു. അവിടെയാണ് പുതിയ ഇന്ത്യ രൂപപ്പെടുന്നത്. ആ ഘട്ടത്തിൽ ഗാന്ധി ഒന്നും കൂടെ പറഞ്ഞു, ഈ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ അവസാനത്തെ ആൾക്ക് കൂടി ഉപയോഗം ചെയ്യണമെങ്കിൽ ഇവിടുത്തെ വിജ്ഞാന വിനിമയത്തിൻ്റെ ഭാഷ ഇന്ത്യൻ ഭാഷകളായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഗാന്ധി വളരെ പിന്തിരിപ്പനാണ് നമ്മൾ പറയുമ്പോൾ, ഗാന്ധിയാണ് ഈ പ്രസംഗത്തിലൂടെ ഒരു ആധുനിക ഇന്ത്യയെ ആദ്യം വിഭാവനം ചെയ്യുന്നത്. ഇത് തന്നെയാണ് ജോഹന്നസ് ഫ്രോൺമെയർ, കാവുംബൈ ബാലകൃഷ്ണ മാഷ് അത് ആ പുസ്തകത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രോൺമെയർ പറയുന്നത്, കേരളത്തിൽ നിങ്ങൾക്കൊരു ശാസ്ത്ര വിപ്ലവം ഉണ്ടാക്കണമെങ്കിൽ ശാസ്ത്രം മലയാളത്തിൽ പഠിപ്പിക്കണം. അല്ലാതെ കുറച്ച് വിദഗ്ധന്മാരെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുണ്ടാക്കലാണെങ്കിൽ കാര്യം പറഞ്ഞത്. ആധുനിക കേരളത്തെ നമ്മൾ സ്വാശ്രയ കേരളം എന്നൊക്കെയുള്ള മുദ്രാവാക്യം വെച്ചു. ഇപ്പോൾ കുറച്ച് സംശയമുണ്ട് നമുക്ക്, അല്ലേ? മാതൃഭാഷയെക്കുറിച്ച് വിദ്യാഭ്യാസം വെച്ചു, കാഴ്ചപ്പാട് വെച്ചു. ഇപ്പോൾ സംശയമുണ്ട്, കാരണം മീഡിയം മുഴുവൻ ഇംഗ്ലീഷ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളൊരു വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വളരെ ലിബറലാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരു മൂവ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പ്രസ്ഥാനം, അത് മലയാളത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമായാലും ശാസ്ത്ര പ്രസ്ഥാനമായാലും ശരി, ഒരു പ്രാഥമികമായൊരു ദ്വന്ദ്വം, ഇപ്പോൾ ഗ്രാംഷിയൻ രീതിയിൽ പറഞ്ഞാൽ വാർ ഓഫ് പൊസിഷൻസ് എന്ന് പറയും, അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണം. പരിഷത്ത് സ്വാശ്രയ കേരളം എന്ന് വെച്ചാൽ അതൊരു വാർ ഓഫ് പൊസിഷനാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സമൂഹത്തെ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും, സയൻസ് കേരളത്തിൽ മാത്രമാണെന്നൊക്കെയുള്ള എതിർ ചോദ്യങ്ങൾ വരും. ചോദ്യങ്ങൾ വന്നുകൊള്ളട്ടെ, പക്ഷെ ആദ്യം സത്താപരമായ ഒരു മോട്ടോ മുന്നോട്ട് വെക്കണം. ഗാന്ധി ഹിന്ദു സ്വരാജ് വെക്കും. ഗാന്ധി മുഴുവൻ ഇംഗ്ലീഷിൽ നിന്ന് പഠിച്ച ആളാണ്, ഇന്ത്യയിലെ അവിടെ പോയി പഠിച്ച. എങ്കിലും സ്വരാജ് എന്ന് വെച്ചാൽ അതൊരു മുദ്രാവാക്യമാണ്. എന്നതുപോലെ നമ്മളൊരു മുദ്രാവാക്യം വെക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ സ്വാശ്രയ കേരളം എന്ന മുദ്രാവാക്യം 80കളിൽ വെക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ അജണ്ടയായിട്ട് മാറുന്നത്. അതിൽ വെള്ളം ചേർക്കാൻ തുടങ്ങിയാൽ പ്രശ്നമാണ്. സ്വാശ്രയ കേരളം എന്നൊരു മുദ്രാവാക്യം വെച്ചാൽ പിന്നെ നിങ്ങളുടെ പഠനമാധ്യമം എന്താ? ഇംഗ്ലീഷാണോ? ഇതാ ചോദ്യം. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു, അതിൻ്റെ കാരണം എന്താണെന്ന് തപ്പി നടക്കുന്നു. അതിൽ ഞാൻ പറയുന്ന കാരണം, നിങ്ങൾ 1ാം ക്ലാസ്സിലോ അതിന് മുമ്പെയോ നിങ്ങളുടെ കുട്ടികളെ മലയാളം എന്ന് പറയുന്ന മാതൃഭാഷയെ തൊടിയിക്കാതെ ഇംഗ്ലീഷിൻ്റെ ഒരു സാഹചര്യത്തിൽ കൃത്രിമമായി പഠിപ്പിച്ചാൽ അവരെന്താ ചെയ്യേണ്ടത്? കാരണം അവർക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം മാതൃഭാഷ അവരുടെ കയ്യിലില്ല. അവർ യൂറോപ്യന്മാരാണെന്നുള്ള പഠിപ്പിച്ചത്, ഇംഗ്ലീഷുകാരാണെന്നാണ് പഠിപ്പിച്ചത്. അവർ എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോവുകയാണ്. കാരണം നിങ്ങളാണ് അവരെ സ്വദേശം അതാണെന്ന് പറഞ്ഞത്. ഞാൻ തനിയെ പോകുന്നു, പിന്നെ എൻ്റെ ഭാര്യയും കൂട്ടി പോകുന്നു, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുത്തില്ല. ഈ പഠിപ്പിച്ച രക്ഷിതാക്കൾ ഇപ്പോഴും അവർ കുറ്റം പറയുന്നു. അവൻ്റെ സ്വഭാവത്തിൻ്റെ കേട് ഇയാളുടെയാ, കുട്ടീൻ്റെ അല്ല. കാരണം ലക്ഷ്യം സാക്ഷാത്കരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിവൃത്തിയായി. കാരണം ഇതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കുട്ടിയെ പഠിപ്പിച്ചത്. കുട്ടിയെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നതിനെതിരല്ല, ഇംഗ്ലീഷ് മാക്സിമം പഠിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. വായിക്കുന്നതിൽ മഹാഭൂരിപക്ഷം ഇംഗ്ലീഷ് പുസ്തകം. പക്ഷേ ഒരു മാധ്യമം നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജ്ഞാനത്തിൻ്റെ സാമൂഹികത നഷ്ടപ്പെടുന്നത്. ജ്ഞാനം ഒരു വ്യക്തിപരമായ ഒരു കാര്യമായിട്ട്, ഒരു നേട്ടമായിട്ട്, ഒരു മെറിറ്റിൻ്റെ പ്രക്രിയയായിട്ടാണ് കാണുന്നത്. എൻ്റെ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്താനുള്ളൊരു സാധനം മാത്രമായിട്ട്. അത് പരീക്ഷാ കേന്ദ്രിതമല്ല വിദ്യാഭ്യാസം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പരീക്ഷാ കേന്ദ്രിതമല്ല വിദ്യാഭ്യാസമെങ്കിൽ അത് സാമൂഹ്യമാണെന്ന് അർത്ഥം. അത് സാമൂഹ്യമാണ് എന്നാണ് അർത്ഥമെങ്കിൽ അത് മാതൃഭാഷയില്ല. എങ്കിലും അത് സംവാദാത്മകമാവുകയുള്ളൂ. നമ്മളിപ്പോൾ പെഡഗോഗിയെക്കുറിച്ച് പറയുന്നു, വൈഗോട്സ്കിയെക്കുറിച്ച് പറയുന്നു, പൗലോ ഫ്രയറെ കുറിച്ച് പറയുന്നൊക്കെ പറയുന്നു. മാധ്യമം ഇംഗ്ലീഷും സംവാദാത്മകമാണ്. അധ്യാപകരുടെ അധികാരം കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കലല്ല ജ്ഞാനപ്രക്രിയ എന്ന് പറയുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ അധ്യാപകൻ്റെ ജ്ഞാനം കുട്ടികളെ അടിച്ചേൽപ്പിക്കല്ലാതെ കുട്ടി അങ്ങോട്ട് ചോദ്യം ചോദിക്കുമോ? കുട്ടി അങ്ങോട്ട് ചോദ്യം ചോദിക്കണമെങ്കിൽ ഒരു ആദിവാസി കുട്ടിയെ നിങ്ങൾ പഠിപ്പിക്കാൻ ചെന്നാൽ, നമ്മളെപ്പോലെ ഒരാൾ പഠിപ്പിക്കുന്നാൽ കുട്ടി നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കും. കുട്ടി അവിടുത്തെ ബോട്ടണിയുടെ വൈവിധ്യം നമ്മളെ പഠിപ്പിക്കും. സസ്യജന്തുജാലങ്ങളുടെ സവിശേഷത നമ്മളെ പഠിപ്പിക്കും. നിങ്ങൾ ആദിവാസിയുടെ ഭാഷയിൽ അങ്ങോട്ട് പോകണം.
എങ്കിലും നമ്മളൊക്കെ അങ്ങോട്ട് പഠിക്കും. ഇപ്പോൾ അധ്യാപകർ പഠിപ്പിക്കല്ല, അധ്യാപകർക്ക് പഠിക്കണമെങ്കിൽ അത് വേണം. അതുകൊണ്ട് സംവാദാത്മക പരിഷത്ത് വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് വെച്ച സർവ്വ വിദ്യാഭ്യാസ തത്വങ്ങളും സമ്പൂർണ്ണമായി ഇല്ലാതാകും. ഇംഗ്ലീഷ് മീഡിയം പരിഷത്ത് പിരിച്ചുവിടാൻ അധികം ഐക്യവേദി അതിന് മുമ്പ് പിരിച്ചുവിടും, പരിഷത്ത് അതിന് തൊട്ട് പിന്നാലെ പിരിച്ചുവിടും. കാരണം സംവാദാത്മകമാണ്, സാമൂഹ്യമാണ് ജ്ഞാനം എന്ന് ഒരു വശത്ത് പറയുക, മറുവശത്ത് ബൈഹാർട്ട് പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങൾ ഒരു വശത്ത് വന്നുകൊണ്ടിരിക്കുകയും കൂടെ ചെയ്താൽ പിന്നെന്താണ് ഈ ഭാഷയും സംസ്കാരവും സംവാദാത്മകതയും? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അവിടെ തന്നെ പിടിക്കണം. അവിടെ പിടിച്ചാൽ മാത്രമേ ഒരു ആധുനിക കേരളത്തെ സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. ആധുനിക കേരളത്തെ സൃഷ്ടിക്കണമെങ്കിൽ അതുകൊണ്ട് ഭാഷയും സംസ്കാരവും എന്ന് പറയുമ്പോൾ ഭാഷ കേവലം ഭാഷയോടൊപ്പം ഒരു പ്രദേശം കൂടിയുണ്ട്, ഭാഷയോടൊപ്പം കുറേ വിഭവങ്ങളുണ്ട്. ഇപ്പോൾ ആദിവാസി അയാളുടെ ഭാഷ കൈയൊഴിയുമ്പോൾ അയാളുടെ പ്രദേശത്തിന്മേലുള്ള രാഷ്ട്രീയ അധികാരം കൂടിയാണ് കൈയൊഴിയുന്നത്. മലയാളി മലയാളം കൈയൊഴിയുമ്പോൾ ഈ പ്രദേശത്തിന്മേലുള്ള എൻ്റെ സാംസ്കാരികവും ഉൽപ്പാദനവും അധികാരം കൂടിയാണ് കൈയാളുന്നത്. സിംബോളിക്കാണ് ആ പ്രക്രിയ. നിങ്ങൾ ആ കുട്ടിയെ മലയാളത്തിൽ നിന്ന് അകറ്റുമ്പോൾ അയാൾ കേരളം കൈയൊഴിഞ്ഞ് കഴിഞ്ഞു, ഓൾറെഡി മറ്റവരോടുള്ള സംവാദം കൈയൊഴിഞ്ഞ് കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിൽ എന്ത് നടന്നാലും അവർക്ക് കുഴപ്പമില്ല. ഇവിടെ ഇപ്പം കേരളം ഫാസിസം കൈയടക്കിയാലെന്നൊരു, ഞാൻ എല്ലാ ഇംഗ്ലീഷ് മീഡിയക്കാരും അല്ല, ആ പ്രക്രിയയെക്കുറിച്ച് ആ പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് കൈയേറിയ എന്താ കാരണം? അവർ വിനിമയ സാധ്യതയില്ല. ഇപ്പം എൻ്റെ മകൻ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിച്ചത്. ആ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ പേര് കോട്ടപ്പറമ്പ് മാപ്പിള LP സ്കൂൾ എന്നാണ്, മാതൃഭാഷാ സ്കൂളാണ്. ഞാൻ ഇൻ്റർനാഷണൽ എന്ന് പറയാൻ കാരണം ലോകത്തിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടുന്നത് അവിടെയാണെന്നുള്ളതുകൊണ്ടാണ് ആ കുട്ടിക്ക്. കാരണം അവിടുത്തെ തോടും പാടവും അവിടുത്തെ കാടും അവിടുത്തെ തവളയെയും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. മറ്റൊരിതൊന്നും അറിയില്ല, ഇൻ്റർനാഷണൽ എന്ന് ബോർഡ് വെച്ച സ്കൂളിൽ. അപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങുന്നവൻ എവിടത്തേക്ക് പോകണം? അവർ റോക്കറ്റിൽ കയറ്റി വിടാനേ പറ്റുള്ളൂ. അതുകൊണ്ട് കേരളത്തിലെ നമ്മൾ ചർച്ചകളിൽ എന്നെയൊന്നും വിളിക്കാറില്ല, പരിഷത്തിനെ വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ കാര്യം പറയുക, എന്തുകൊണ്ട് വിദേശത്തേക്ക് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി പോകുന്നു? 5 or 10 ആളുകളോ ഒരു വിഭാഗം ആളുകളോ പോകുന്നത് മനസ്സിലാക്കാം. പക്ഷെ അതിന് ലക്ഷ്യം തന്നെ ഇതായി പോകുന്നത്, നിങ്ങൾ മനസ്സ് അങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞു. യൂറോപ്പിന് അതുകൊണ്ട് പാശ്ചാത്യമായി തുറന്നു വെച്ച ട്യൂൺ ചെയ്യപ്പെട്ട മനസ്സോട് കൂട്ടി കുട്ടികൾ വളർത്തിയാൽ അവൻ്റെ മാതൃഭാഷയും മാതൃരാജ്യവും നോക്കിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആ ഗാന്ധി അന്യഭാഷയിൽ പഠിക്കുന്ന ഒരാൾ സ്വന്തം നാട്ടിൽ പ്രവാസിയാന്ന് പറഞ്ഞത്. അതുകൊണ്ട് അയാൾ സ്വന്തം നാട് അന്വേഷിച്ച് പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യം പറയണം. മലയാള മാതൃഭാഷാ മാധ്യമം ആദിവാസി മേഖലയാണെങ്കിൽ അവരുടെ മാധ്യമത്തിൽ തുടങ്ങണം, പാട്ടുകളിലോ ഒക്കെ എങ്ങനെ തുടങ്ങണം. ഗോത്രബന്ധു പദ്ധതി നല്ല പദ്ധതിയാണ്. അപ്പോൾ അവിടുന്ന് തുടങ്ങിയാൽ മാത്രമേ നവകേരള നിർമ്മിതി എന്ന് പറയുന്ന സാധനത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ പരബ്രഹ്മവാദമൊക്കെ മാഷൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, പണ്ട് അതിനോടൊക്കെ ഏറ്റുമുട്ടിയ മാഷ പോലുള്ള ആളുകൾ, പൗലോസ് മാഷൊക്കെ ആധുനിക സംസ്കൃതത്തെ ആധുനികമായ ഒരു ഭാഷയാക്കി മാറ്റി. പരബ്രഹ്മ ശങ്കരൻ്റെ നാടാണ്, ഞങ്ങൾ ശങ്കരനെ കൊണ്ട് ശമ്പളം വാങ്ങിയ ആളാണ് ഞാനും സുനിലൊക്കെ. അപ്പോൾ ഈ ശങ്കരൻ്റെ പരബ്രഹ്മവാദമൊക്കെ കൊണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ നമുക്ക് നവകേരളവാദം പറയാം. തിരിച്ചല്ലാതെ അതൊരു ഒരു 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 രാഷ്ട്രീയ പദ്ധതിയായി നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ മാതൃഭാഷാ മാധ്യമത്തിന് വേണ്ടിയുള്ള സമരം നിർണായകമാണ്. കാരണം അതൊരു ഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരമല്ല, ഇവിടുത്തെ കുട്ടികളുടെ മനസ്സിനെ രൂപീകരിക്കുന്നതിൻ്റെ പ്രക്രിയ, അതൊരു രാഷ്ട്രീയ സമരമാണ്. അപ്പോൾ ആ നിലയിൽ മാത്രമേ കോടതി ഭാഷയും ഭരണഭാഷയൊക്കെ പിന്നാലെ വരുന്നൊരു കാര്യമാണ്. ഇതൊന്നും അവർക്ക് ആവശ്യം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് പരിഷത്തും പിന്നെ പരിഷത്തിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അതിൻ്റെ ജാഥകളൊക്കെ കാണാൻ പോയ ആളാണ് ഞാൻ. VKSൻ്റെ ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് കഴിഞ്ഞ മാതൃഭാഷാ സമരങ്ങളിലൊക്കെ പരിഷത്തും ഐക്യമലയാള പ്രസ്ഥാനവും പുകാസയൊക്കെ ഒന്നിച്ചാണ് നിന്നിരുന്നത്. അത് തുടർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ശരി എന്നുള്ള നിലയിൽ, നേരത്തെ പറഞ്ഞ പോലെ വാർ ഓഫ് പൊസിഷൻസ് എന്നുള്ള നിലയിൽ, മറ്റേ നമ്മൾ നിരാകരിക്കുന്നില്ല, പക്ഷേ പൊസിഷൻ എന്നുള്ള നിലയിൽ നമ്മൾ സ്വാശ്രയ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ സാമൂഹ്യതയെക്കുറിച്ച് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നിലപാട് അനിവാര്യമാണ്. വലിയ ഒരു ജനകീയ മുന്നണി അതിൽ അനിവാര്യമാണ്. കേവല ഇതുകൊണ്ട് മാത്രമല്ല, സമരം കൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ EMS ഒക്കെ പറയും, കോളനീകരണത്തിൻ്റെ 100-200 കൊല്ലക്കാലത്തെ ലോകബോധത്തെ മാറണമെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, സമരങ്ങളിലൂടെയാണ് മാറുന്നത്. ജന്മികളോട് എത്രയെത്ര ഉപദേശങ്ങൾ ചോദിച്ചു ഇല്ലേ, എത്രയധികം ഉപദേശിച്ചു, ഒരു കാറ്റുകൊണ്ടല്ലേ, സമരത്തിലൂടെയാണ് മാറിയത്. അതുകൊണ്ട് മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ് നടക്കേണ്ടത്. അത് ശാസ്ത്രത്തിന് വേണ്ടിയുള്ള സമരത്തിന് ഒപ്പം ഉള്ളതാണ്, ഒരുപക്ഷെ അതിൻ്റെ മുന്നുപാധിയാണ്. നന്ദി.